അലുവയും മത്തിക്കറിയും കോമ്പിനേഷൻ ആയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി ആര്യാടൻ ഷൗക്കത്ത് ബന്ധം. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും വിധ്വംസക പ്രവർത്തനങ്ങളും ഏവർക്കും അറിയാവുന്നതാണ്. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായതോടെ എല്ലാം മറന്ന് ജമാഅത്തെ ഇസ്ലാമിയെ പുൽകുന്ന കാഴ്ചയാണുള്ളത്. പാഠമൊന്ന്, ഒരു വിലാപം, ദൈവനാമത്തിൽ തുടങ്ങിയ സിനിമകൾ എഴുതിയ ഷൗക്കത്ത് മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കുകയും പൈശാചികവൽക്കരിക്കുകയും ചെയ്യുന്നുവെന്ന് ജമാഅത്തെ സാഹിത്യങ്ങളും ഇരുട്ടുമുറി ചർച്ചയും നിരന്തരം വിശേഷിപ്പിക്കാറുമുണ്ട്. ജമാഅത്തുകാർ ഷൗക്കത്തിന്റെ പടംപിടുത്തത്തിനെതിരെയും രംഗത്ത് വന്നിട്ടുള്ളവരാണ്. ഇസ്ലാമോഫോബിയയ്ക്ക് വെള്ളവും വളവും നൽകുന്നതാണ് ഷൗക്കത്തിന്റെ സിനിമകളും നാടകങ്ങളും എന്ന് നിരന്തരം ജമാഅത്തുകാർ പറഞ്ഞിട്ടുമുണ്ട്. 2019 വരെ ഇങ്ങനെ കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോയ ജമാഅത്ത് ആര്യാടന്മാർ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഒന്നാകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇലക്ഷൻ സമയമായതോടെ ഇരുവരും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതുവരെ എന്തായിരുന്നു ഹാലെന്നോ? ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെയും വിധ്വംസക പ്രവർത്തനങ്ങളെയും നഖശിഖാന്തം എതിർത്തവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എല്ലാവരും. മതരാഷ്ട്രവാദവുമായി അബുൽ അല മദൂദി രംഗത്ത് വന്ന സ്പോട്ടിൽ തന്നെ അതിനെതിരെ രംഗത്ത് വന്നവരാണ് സമസ്ത എന്ന പാരമ്പര്യ മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന. മദൂദിയെ മാത്രമല്ല, ബ്രദർഹുഡ് അടക്കമുള്ള വിധ്വംസകതയെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളെയും സമസ്ത അടക്കമുള്ളവർ വിമർശിക്കാറുമുണ്ട്. ഇവ സമൂഹത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെ മുൻകൂട്ടി കണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതേ പാത പിന്തുടർന്നാണ് മുസ്ലിം സമുദായത്തിലെ രാഷ്ട്രീയക്കാരും ജമാഅത്തെ അടക്കമുള്ളവയെ എതിർക്കുന്നതും. മുസ്ലിം ലീഗിലെ KM ഷാജിയും AK മുനീറും അടക്കമുള്ളവരും കോൺഗ്രസിലെ ഒരു വിഭാഗവും ഇപ്പോഴും ജമാഅത്തെക്കെതിരെ വേദികൾ ഉപയോഗിക്കാറുമുണ്ട്. ഇവരുടെ എല്ലാം എതിർപ്പുകൾ കാറ്റിൽ പറത്തിയാണ് ജമാഅത്തയെ വെള്ളപൂശി VD സതീശൻ രംഗത്ത് വന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് സമയം നിലപാടുകളെല്ലാം ഒരു മൂലയ്ക്ക് മാറ്റിവെച്ച് ഏത് മുള്ളുമുരുക്കിനോടും കൂട്ടുകൂടാമെന്ന സതീശൻ പോളിട്രിക് നിലമ്പൂർ ജനതയെ കുത്തിയൊലിക്കുന്ന ചാലിയാർ പുഴയിൽ തള്ളുമെന്ന് ഉറപ്പാണ്.